ശശിയേട്ടാ, ഇപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു പ്രശ്നം പരിഹരിക്കാൻ പറ്റി. അത് ജനങ്ങൾക്ക് നൽകിയ ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ്. ആ ഉറപ്പ് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടതിനാണ്. എന്തൊക്കെയായിരുന്നു ചർച്ചകൾ? പ്രത്യേകിച്ച് സർക്കാരുമായി ആശയവിനിമയം നടത്തിയോ? രാധയുടെ മരണം എല്ലാവരെയും ഭയങ്കര വേദനിപ്പിച്ചതാണ്. ഭർത്താവ് ജോലിക്കിറക്കി തിരിച്ചുപോയി ഏതാനും നിമിഷങ്ങൾക്കുള്ളിലാണ് മരണവാർത്ത വരുന്നത്. സ്വാഭാവികമായിട്ടും വലിയ പ്രതിഷേധം ഉണ്ടാകും. പ്രത്യേകിച്ച് തൊഴിലാളികൾക്കെല്ലാം വളരെ വൈകാരിക നിലപാടിലേക്ക് വന്നു. MLA കൂടിയായിട്ടുള്ള മന്ത്രി, സ്ഥലം MLA കൂടിയായിട്ടുള്ള മന്ത്രി ആ സമയത്ത് തന്നെ ഇവിടെ എത്തി സർവകക്ഷി നേതാക്കളായിട്ട് ചർച്ച ചെയ്തു, അവരെ കുടുംബാംഗങ്ങളായിട്ട് ചർച്ച ചെയ്തു, ജനങ്ങളുടെ ആവശ്യങ്ങൾ ഒന്നൊന്നായി കേട്ട് ഏറ്റവും ശരിയായൊരു തീരുമാനമെടുത്ത് ആ വിഷയം അവസാനിപ്പിക്കുന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. മൃതദേഹം ഇപ്പോൾ പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോയി കഴിഞ്ഞു. അവർക്ക് നഷ്ടപരിഹാരം എന്ന നിലക്ക് 11 ലക്ഷം രൂപ, 10 ലക്ഷം രൂപ നഷ്ടപരിഹാരവും 1 ലക്ഷം ഇൻഷുറൻസും കൊടുക്കാൻ വേണ്ടി കഴിയും. പിന്നെ അതുപോലെ തന്നെ ഭർത്താവിൻ്റെ ജോലി സ്ഥിരപ്പെടുത്തണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അടിക്കാട് വെട്ടാൻ തീരുമാനിച്ചിട്ടുണ്ട്. RRTയുടെ പെട്രോളിംഗ് സംഘം ഇവിടെ റോന്ത് വെട്ടാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതെല്ലാം സംസ്ഥാന ഗവൺമെൻറ് ചെയ്യാൻ കഴിയുന്നതാണ്. വനം കേന്ദ്രവും കൂടി കൈകാര്യം ചെയ്യുന്നതാണ്. കൺകറന്റ് ലിസ്റ്റിലാണുള്ളത്. രണ്ടുപേരും കൂടി കൈകാര്യം ചെയ്യുന്നതുകൊണ്ട് കേരളത്തിലെ ഗവൺമെൻറ് 620 കോടി രൂപയുടെ ഒരു പ്രോജക്റ്റ് കേന്ദ്ര ഗവൺമെൻറ് സമർപ്പിച്ചിട്ട് 4-5 വർഷമായി. ഒരു മറുപടിയും പറയുന്നില്ല നമുക്ക് കാണാൻ വേണ്ടി കഴിയും. കേരള നിയമസഭ ഏകകണ്ഠമായി പ്രമേയം പാസ്സാക്കി 1972 വന നിയമത്തിനകത്ത് ഭേദഗതി വരുത്തണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഭരണപക്ഷവും പ്രതിപക്ഷവും ഒറ്റക്കെട്ടാണ് അക്കാര്യത്തിൽ. അപ്പോൾ ഭരണപക്ഷത്തിനും അറിയാം, പ്രതിപക്ഷത്തിനും അറിയാം വന നിയമം തടസ്സമാണ് പല കാര്യങ്ങൾക്കെന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഏകകണ്ഠമായ നിയമം പാസ്സാക്കി കേന്ദ്ര ഗവൺമെൻറ് അയച്ചു കൊടുത്തിരിക്കുന്നത്. അത് നടപ്പിലാക്കാനുള്ള ഉത്തരവാദിത്തം കേന്ദ്രത്തിലെ ഗവൺമെൻറ്റാണ്. ഒരു പുതിയ വന ബില്ല് കേരളത്തിലെ ഗവൺമെൻറ് കൊണ്ടുവരാൻ വേണ്ടി ആലോചിച്ചപ്പോഴേ ജനങ്ങൾക്കിടയിൽ വലിയ പ്രതിഷേധമായിരുന്നു. ജനങ്ങളൊപ്പം നിൽക്കുന്ന ഒരു ഗവൺമെൻറ് നിൽക്കുക, ബില്ല് തന്നെ പിൻവലിച്ചു കേരളത്തിലെ ഗവൺമെൻറ്. ഇതാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ വനവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന അല്ലെങ്കിൽ വന്യമൃഗങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കുറേ കാലങ്ങളായിട്ട് തുടരുന്നതാണ്. അതിന് ശാശ്വത പരിഹാരം ഉണ്ടാക്കണമെങ്കിൽ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ യോജിച്ച പ്രവർത്തനം വേണം. കേന്ദ്രത്തിൻ്റെ പൂർണ്ണമായ സഹായവും പിന്തുണയും വേണം. അതില്ല എന്നുള്ളതാണ് വിഷയം. അതിനുവേണ്ടി കേരളത്തിലെ ഗവൺമെൻറ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സംസ്ഥാന ഗവൺമെൻറ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അതാണ് ഇന്ന് തന്നെ ഇപ്പം അടിക്കാട് വെട്ടലും RRT സംഘത്തിൻ്റെ പെട്രോളിങ്ങും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്.